മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് വളരെ വലിയ UDF തരംഗമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തരംഗത്തിലും കേരളത്തിൽ വളരെ വലിയ രീതിയിൽ BJP വളർന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് മനഃപൂർവ്വം മറച്ചു പിടിക്കുകയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. നമ്മൾ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും എടുത്തിട്ടല്ല ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, അതായത് വ്യക്തമായ കണക്കുകൾ മുന്നോട്ട് വെച്ച് ജനം വോട്ട് ചെയ്തതിന്റെ തെളിവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. എത്രത്തോളമാണ് BJP കേരളത്തിൽ വളർന്നത് എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ 3 BJP MLA-മാരാണ് വിജയിച്ചു കയറിയത്. ഈ 3 ആളെ കിട്ടുമ്പോഴേക്കും എങ്ങനെയാണ് വിവേകമുള്ള മലയാളികൾ BJP അധികം വൈകാതെ കേരളം പിടിക്കുമെന്ന് പറയുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ഉത്തരമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. നമുക്കതിനു വേണ്ടി ഏതായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 മണ്ഡലങ്ങളല്ല, നമുക്ക് ഓരോ വീഡിയോകളിലും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 മണ്ഡലങ്ങളാണ്. അതായത് ഒന്ന് പാലയാണ് ഷോൺ ജോർജ് മത്സരിച്ചിട്ടുള്ള, രണ്ടാമതായിട്ട് തിരുവല്ലയാണ് അനൂപ് ആന്റണി മത്സരിച്ചിട്ടുള്ളത്, മൂന്നാമതായിട്ട് ആറ്റിങ്ങലാണ് P സുധീർ മത്സരിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ ഈ 3 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് BJP വളർന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ വരാനിരിക്കുന്ന കാലത്ത് കേരളത്തിൽ എത്രത്തോളം വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കാൻ പോകുന്നതും എത്ര പെട്ടെന്ന് BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ ഈ ഒരൊറ്റ റിസൾട്ട് ഒന്ന് കാണുമ്പോഴേക്ക് വ്യക്തമായിട്ട് സകല ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ പാലയൊന്നെടുത്ത് പരിശോധിക്കാം. പാലയുടെ കാര്യം പറയുമ്പോൾ വലിയ പുച്ഛമൊക്കെയാണ് ഇപ്പോൾ ഒരു ഷോൺ എന്ത് ചെയ്തു, ഷോൺ മലമറിക്കുമെന്ന് പറഞ്ഞിട്ടില്ല, ഷോൺ മലമറിച്ചു. ഈ പറയുന്ന പാലയിൽ ഷോൺ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതിന് ആ റിസൾട്ടുകളെ കുറിച്ചൊന്ന് പരിശോധിക്കണം. അതിനാദ്യം തന്നെ നമുക്ക് 2021 ഈ പറയുന്ന പാലയിൽ എത്ര വോട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വെറും 10,869 വോട്ട് മാത്രം പാലയിൽ 2021 BJPക്ക് ഉണ്ടായിരുന്നത്. ഈ പാലയിൽ ഷോൺ ജോർജ് എത്തിയിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ പോലും ഷോൺ ജോർജ് വിജയത്തിലേക്കോ എന്നുള്ളൊരു ചർച്ചയിലേക്ക് എത്തിച്ചു എന്നുള്ളത് അതൊരു BJPയുടെ വലിയ മികവാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം. ആ പാലയിലാണ് വെറും 10,000 ചില്ലറ വോട്ടുള്ള പാലയില് ഷോൺ ജോർജിന് ഇത്തവണ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 35,304. വലിയ ജനസ്വാധീനമുള്ള ലീഡറാണ് ഷോൺ ജോർജ്. BJPയിൽ മത്സരിച്ചോ 35,304 വോട്ടാ ഇത്തവണ പാലയിൽ ഷോൺ ജോർജിന് ലഭിച്ചത്. അതായത് വളരെ വ്യക്തമാണ്, 24,435 വോട്ടാ ഷോൺ ജോർജ് ഈ പാലയിൽ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പില് 24,435 വോട്ടാ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ BJPയുടെ വളർച്ച, ഇത് കേരളത്തിലെ BJPയുടെ സ്വീകാര്യതയാണ് വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നത്. ഇത്തരം റിസൾട്ടുകളൊക്കെ കാണുന്ന വിവേകമുള്ള മലയാളികൾക്ക് ഉറപ്പായൊരു കാര്യമല്ലേ, വരും കാലത്ത് കേരളം അധികം വൈകാതെ തന്നെ BJP ഭരിക്കുമെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ബംഗാളിൽ BJPക്ക് 3 സീറ്റ് ലഭിച്ച സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു. കേരളത്തിൽ ചിത്രം വളരെ വലിയ രീതിയിൽ BJPക്ക് അനുകൂല. 3 ലഭിച്ച സമയത്ത് തന്നെ ഇന്ന് ബംഗാളിൽ 200 BJP പിടിച്ചത്. കേരളത്തിലെ ഈ മമതയെ പോലെ ഒരു ശക്തിയായ ലീഡർ പോലുള്ള തല്ല് കോൺഗ്രസ് തുടങ്ങി ഈ അവസരമാണ്, കേരളത്തിൽ വലിയ അവസരമാണ് BJPയെ സംബന്ധിച്ച്. ഇനി നമുക്ക് തിരുവല്ല മണ്ഡലത്തെ ഒന്ന് പരിശോധിക്കാം. അനൂപ് ആന്റണി അവിടെ മത്സരിക്കുന്നു. അവിടെ 2021 വോട്ട് എന്ന് പറയുന്നത് 22,674. ഈ 22,674 2021 ലഭിച്ച തിരുവല്ലയില് 2020 ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് ആ വോട്ട് 43,078. അതായത് അനൂപ് ആന്റണി അവിടെ 20,404 വോട്ട് വർദ്ധിപ്പിച്ചു. അതായത് അനൂപ് ആന്റണി ഡബിളോ, ഷോൺ ജോർജ് ഡബിളിലും അധികം. ഡബിളല്ല, ഈ 10,000 35,000 22,000 40,000 കടന്നൊക്കെ അനൂപ് ആന്റണിയും ഷോൺ, ഇത് ഓരോ സ്ഥലത്ത് BJPയുടെ ചിത്രമാ, റിസൾട്ടിന്റെ ചിത്രം. അനൂപ് ആന്റണി 2ാം സ്ഥാനത്താ.
ഇത് മലയാളികൾക്കിടയിൽ BJPക്ക് വരുന്ന ഒരു സ്വാധീനമാണ്. ഈ കാണുന്നത് പൂജ്യമുണ്ടായിരുന്ന BJP ഇത്തവണത്തെ റിസൾട്ട് വരുമ്പോൾ എത്ര സുന്ദരമായ റിസൾട്ടിലേക്ക് എത്തി. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് വളരെ പെട്ടെന്ന് BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തും. ഇനി അടുത്തതായിട്ട് നമുക്ക് ആറ്റിങ്ങൽ മണ്ഡലം ഒന്ന് പരിശോധിക്കാം. അവിടെ P. സുധീർ കഴിഞ്ഞ തവണ തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് വലിയ വോട്ടുണ്ട്, അതായത് 38,262 വോട്ടുണ്ട്. ആ വോട്ടിന് ഈ പറയുന്ന UDF തരംഗത്തിലും ഈ തവണ 45,788 ഈ പറയുന്ന P. സുധീറും കഴിഞ്ഞ തവണ തന്നെ 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിയ P. സുധീർ കഴിഞ്ഞ തവണയും ആറ്റിങ്ങൽ തന്നെയാണ് മത്സരിച്ചത്. 2ാം സ്ഥാനത്തേക്ക് BJP എത്തിച്ച ആളാണ്. അതേ P. സുധീർ 2ാം സ്ഥാനം ഇത്തവണ നിലനിർത്തുകയും വോട്ട് അധികരിപ്പിക്കുകയും ചെയ്ത്. ഇതൊരു സുന്ദരമായ കാഴ്ചയല്ല. അതായത് UDF തരംഗം സൃഷ്ടിച്ച് ഇടതുപക്ഷത്തോടുള്ള വെറുപ്പ് കാരണം UDF അടിച്ചു കയറുകയാണ്. അടിച്ചു കയറി മുന്നോട്ട് പോകുമ്പോഴോ BJP അവിടെ സുന്ദരമായിട്ട് വോട്ട് പിടിച്ചിട്ട് താഴോട്ടേക്കല്ല മുകളിലേക്കോട്ട് പോകുന്നു. നിരവധി മണ്ഡലങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്കൊരു പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു 3 മണ്ഡലങ്ങൾ എടുത്ത് മുന്നോട്ട് വെച്ചേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ആളുകൾ പുച്ഛിക്കുന്നൊക്കെയുണ്ട്. 3 സീറ്റ് ഇട്ട് എങ്ങനെയാണ് കേരളം പിടിക്കാന്ന്? ആ ചോദ്യം ചോദിക്കുന്നത് അവര് രാജ്യത്തെ പൊളിറ്റിക്സും രാജ്യത്ത് BJP പിടിച്ചു കയറി വരുന്നതിനെ കുറിച്ചൊന്നും അറിയാത്തവർ മാത്രമാണ് ചോദിക്കുന്നത്. ബംഗാളിലേക്കുള്ള റിസൾട്ട് 207 ഇവിടെയുള്ള 3 എന്ന് പറയുന്നത് 103 എത്താൻ ഒരു പണിയുമില്ല എന്നുള്ളതല്ല UDFന്റെ ഇത്തവണത്തെ റിസൾട്ട്. UDFകാര് പണിയെടുത്തിട്ടാണ് ഇത്തവണത്തെ UDFന്റെ വിജയമല്ല, LDFനോടുള്ള വെറുപ്പ്, മറ്റൊരു ബദൽ പൊങ്ങി വരാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രം. ജനം ഒന്നടങ്കം UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ട് അവർ വളരെ വലിയ രീതിയിൽ ഒരു വിജയത്തിലേക്ക് എത്തി. അത് കോൺഗ്രസ്സുകാർ UDF പണിയെടുത്തിട്ടാണ്, ഒരിക്കലുമല്ല. ഈ ജനം എങ്ങോട്ടും മാറി ചിന്തിക്കോ. ഇപ്പൊ തന്നെ UDF തല്ലങ്ങും വിലങ്ങും നിന്ന് അഹങ്കാരമാണ്. ജീവികളെ പോലും അറുത്തുകൊണ്ടൊക്കെ പോകുന്ന ആളുകളുണ്ട്, വലിയ രീതിയിൽ തൂക്കി പിടിച്ചു നടക്കുന്നുണ്ട്. ക്രൂരതകൾ ഒരു ഭാഗത്ത് ഇത്തവണ തന്നെ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അഹങ്കാരമാണ്. അവരെ പൊട്ടിക്കും ഇവരെ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സുകളിൽ സുഡാപ്പികൾ മെഴുകി നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജനം കണ്ടോണ്ടിരിക്കുക. ഇടതുപക്ഷത്തിനെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞ ജനങ്ങൾക്ക് ഈ പറയുന്ന UDFനെ എടുത്തറിയാനൊന്നും അധിക സമയം വേണ്ട. ഇവിടെ കൃത്യമായിട്ട് BJP എന്ന 3ാം ബദൽ, NDA എന്ന 3ാം ബദൽ കൃത്യമായിട്ട് ഇടതോ വലതോ എന്നല്ലാതെ മറ്റൊരു ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായിട്ട് BJP ഉയരുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ഇന്നല്ലേ നാളെ വളരെ പെട്ടെന്ന് BJP അധികാരത്തിലേക്ക് എത്തും. UDF അതിന്റെ എല്ലാ രീതിയിലുള്ള തമ്മിലടിയും അതിന്റെ പ്രവർത്തകർ എല്ലാ രീതിയിലുള്ള അഹങ്കാരങ്ങളൊക്കെ ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഇത് വരാനിരിക്കുന്ന BJPയുടെ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 3ൽ നിന്ന് 103 BJPക്ക് കേരളത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. വെറും 3 മണ്ഡലത്തിൻ്റെത് മാത്രമേ ഞാനിവിടെ മുന്നോട്ട് വെച്ച്, അതും ഡബിളിലും അധികമാണ് BJP ഓരോ മണ്ഡലത്തിലും വളർന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.